സ്ത്രീ വിഷയത്തിൽ ഇയാള് മോശക്കാരനാണ്. അതിനുശേഷമാണ് ഞങ്ങൾ ഇവിടുന്ന് ഇയാളെ പറഞ്ഞു വിടുന്നത്. ഇവിടെ ശരിയാവത്തില്ല എന്ന് നമുക്ക് മനസ്സിലായി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ആഭിചാരക്രിയയുടെ പേരിൽ പീഡിപ്പിക്കാൻ ശ്രമം. വ്യാജസ്വാമി അറസ്റ്റിൽ. കൊല്ലം അയ്യത്തിൽ വേലിക്കാട്ട് വടക്കത്തിൽ വീട്ടിൽ മുരളീധരൻ മകൻ അപ്പു എന്ന് വിളിക്കുന്ന 41 വയസ്സുള്ള ഷിനുവാണ് അറസ്റ്റിലായത്. 3 ദിവസം മുൻപാണ് പെൺകുട്ടിയുടെ പരാതിയിൽ ഈസ്റ്റ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. പരീക്ഷയ്ക്ക് ഉയർന്ന വിജയം വാഗ്ദാനം ചെയ്തായിരുന്നു കുട്ടിയെ ആഭിചാരക്രിയയ്ക്ക് വിധേയയാക്കിയത്. ഉയർന്ന വിജയം കരസ്ഥമാക്കാമെന്ന് പറഞ്ഞ് കുട്ടിയെ ഒറ്റയ്ക്ക് മുറിയിൽ കൊണ്ടുപോയി സ്വകാര്യ ഭാഗത്തിൽ സ്പർശിച്ചെന്നാണ് പരാതി. കുട്ടിയുടെ ദേഹത്ത് ഏകദേശം 7ഓളം ചരടുകളും ഇയാൾ കെട്ടിയിട്ടുണ്ട്. കുട്ടി അമ്മയോട് വിവരം പറയുകയും അമ്മ പോലീസിൽ പരാതിപ്പെടുകയുമായിരുന്നു. തുടർന്ന് കൊല്ലം ഈസ്റ്റ് പോലീസ് ചൈൽഡ് ലൈനിനെയും വിവരം അറിയിച്ചു. ചൈൽഡ് ലൈൻ കുട്ടിയെ കൗൺസിലിംഗിന് വിധേയയാക്കി. മറ്റുള്ളവരിൽ നിന്നും കേട്ടറിഞ്ഞാണ് ഷിനുവിന്റെ അടുത്തേക്ക് പോയതെന്ന് അമ്മ പറഞ്ഞു. പൂജ ചെയ്യണം, കുറച്ച് പൈസയാകുള്ളൂവെന്ന് പറഞ്ഞെന്നും ആദ്യം ഒറ്റയ്ക്ക് വന്ന കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് പിന്നീട് മകളെയും കൂട്ടി വന്നെന്നും അമ്മ പറഞ്ഞു. വന്ന സമയത്ത് കുട്ടി പഠിക്കാൻ മോശമാണ്, ഒറ്റയ്ക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കണമെന്ന് ഇയാൾ പറഞ്ഞു. കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞാലേ പൂജ ചെയ്യാൻ പറ്റുള്ളൂവെന്നും പറഞ്ഞു. എനിക്ക് വിശ്വാസമായതുകൊണ്ടും നല്ലൊരു മനുഷ്യനാണെന്നും കരുതിയാണ് കുട്ടിയെ ഒറ്റയ്ക്ക് മുറിയിൽ വിട്ടത്. ഞാൻ പുറത്തു നിൽക്കുകയായിരുന്നു. ഏകദേശം 3/4 മണിക്കൂറോളം മകൾ മുറിയിലായിരുന്നു. പുറത്തിറങ്ങിയപ്പോൾ മകളുടെ മുഖത്ത് ഒരു ഭയമുണ്ടായിരുന്നു. കാര്യങ്ങൾ ചോദിച്ചപ്പോൾ സ്വാമി മോശമായി സ്പർശിച്ചതായി മകൾ പറഞ്ഞു. സ്വകാര്യ ഭാഗത്ത് സ്പർശിച്ചെന്നും മകൾ അമ്മയോട് പറഞ്ഞു. അതേസമയം ഷിനുവിന്റെ മുറിയിൽ നിന്നും പൂജാ സാധനങ്ങളും വാൾ, ചൂരൽ, മന്ത്രച്ചരടുകൾ മറ്റും കണ്ടെത്തിയിട്ടുണ്ട്. ശംഖ് ജ്യോതിഷം എന്ന പേരിലാണ് ഇയാളുടെ ഓഫീസ് കൊല്ലത്ത് അമ്മച്ചി വീട് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്നത്. ബാധ ഒഴിപ്പിക്കുക എന്ന പേരിൽ വരുന്നവരെ ചുരൽ പ്രയോഗവും ഇയാൾ നടത്താറുണ്ടെന്ന് ജീവനക്കാർ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗത്തു നിന്നും ഇവിടേക്ക് ആളുകൾ എത്താറുണ്ടെന്നാണ് ജീവനക്കാർ പറയുന്നത്. കന്യകാത്വം വെടിയാത്ത കുട്ടികളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ 10 വയസ്സ് കുറയുമെന്നാണ് വ്യാജസ്വാമി ഷിനുവിന്റെ ഭാഷ്യമെന്ന് പരാതിക്കാരിൽ ചിലർ പറയുന്നു. കാരണം ഇദ്ദേഹം ഇവിടെ ആദ്യമേ വന്നപ്പോ തന്നെ ഇദ്ദേഹത്തിന് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്നുള്ള കാര്യം നമുക്കത് അറിയത്തില്ല. നമ്മളടുത്ത് ഓരോ വാഗ്ദാനങ്ങൾ നൽകിയായിരുന്നു. അത് ചെയ്തു തരാം, ഇത് ചെയ്തു തരാം. അപ്പം നമ്മൾ പറഞ്ഞ് നമ്മളിവിടെ 15-16 വർഷം കൊണ്ട് ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നതാണ്. ഇവിടെ കുരുതിയുടെ ഭാഗമായിട്ട് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളും എൻ്റെ കുടുംബക്കാരും എല്ലാം ഇതിനെ എതിർത്തായിരുന്നു. 2-3 പ്രാവശ്യം അയാൾ ഇത് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇതിവിടെ ചെയ്യരുത്. അയാള് ഈ കോഴിയെ വെച്ചിട്ട് ഇവരെ കുരുതി നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു ഇതിവിടെ ചെയ്യരുത്, ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ ഇയാൾ നമ്മുടെ അടുത്ത് ഭീഷണിപ്പെടുത്തി. ഇത് കണക്ക് എന്തോ കുടുംബത്തിൽ ആരെങ്കിലും ഒരാളൊക്കെ തട്ടിപ്പോവും, എൻ്റെ അച്ഛൻ മരിച്ചു പോവും, അമ്മ മരിച്ചു പോവും, എൻ്റെ സഹോദരങ്ങൾ മരിച്ചു പോവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇയാൾ ഇവിടെ ഈ കുരുതിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. പക്ഷെ അത് നമ്മൾ നിർത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നിർത്തിച്ചിട്ട് നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കൊല്ലം ഈസ്റ്റിൽ വനിതാ സെല്ലിൽ കൊണ്ടുവന്ന് കേസ് കൊടുത്തു. വിവാഹ വാഗ്ദാനവും നൽകി ഞാനൊരു TG ആണ്, എനിക്ക് സർജറി ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയാൾ മാറിയത് എൻ്റെ മാമന്റെ മോളെ പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് അവൾ ഇവിടെ തൊഴുവാനും എടുക്കാനൊക്കെ വരുമായിരുന്നു. അപ്പം അവളുമായിട്ട് ഇയാൾ ബന്ധം പുലർത്തുകയും അവളെ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ത്രീ വിഷയത്തിൽ ഇയാള് മോശക്കാരനാണ്. അതിനുശേഷമാണ് ഞങ്ങൾ ഇവിടുന്ന് ഇയാളെ പറഞ്ഞു വിടുന്നത്. ഇവിടെ ശരിയാവത്തില്ല എന്ന് നമുക്ക് മനസ്സിലായി. ഷിനു സ്വാമിക്കെതിരെ പരാതിയുമായി നിരവധി പേർ രംഗത്തെത്തി. ഷിനു വർഷങ്ങൾക്ക് മുൻപ് ബസ് ഡ്രൈവർ ആയിരുന്നു. കൊല്ലത്ത് ഒരു ക്ഷേത്രോത്സവത്തിനിടെ പരിചയപ്പെട്ട ഒരു ട്രാൻസ്ജെൻഡറോടൊപ്പം കൂടുകയും മാസങ്ങൾക്ക് ശേഷം ആഭിചാരക്രിയ സ്വാമിയായി അവതരിച്ചു. ഓഫീസ് അതിനുള്ളിൽ നിരവധി വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ച് ആഭിചാരക്രിയ നടത്തി വരികയായിരുന്നു. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ഡെസ്ക്, എക്സ്പ്രസ് ന്യൂസ്.